അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ വ്ളോഗ് നമ്പർ 79 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞത്ര ശനിയാഴ്ച 6/4/2024 മണി കറക്റ്റ് 6:45 ആയിട്ടുണ്ട്. 6 മണിക്ക് ലോഞ്ച് ചെയ്ത് ആദ്യത്തെ 3/4 മണിക്കൂർ ഓർഡർ അടിച്ചില്ല. ഓർഡർ അടിക്കാത്ത മെയിൻ കാര്യം ഞാൻ അങ്ങോട്ട് പോയില്ല, മെയിൻ റോഡിലോട്ട്. വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ വിഷയമൊന്നുമില്ലോ. അപ്പോൾ അത്ര തന്നെ. വേറെ എന്ത് പറയാം, ലാസ്റ്റ് നമ്മുടെ ഡയലോഗ് പറയണം അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഒരുത്തൻ നന്നായി രക്ഷപ്പെട്ട് വരുന്നത് കുറേ പേർക്ക് കണ്ണുകടിയാണ്, കുറേ പേർക്കല്ല കുറച്ച് പേർക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ട റിവഞ്ച് എന്ന് പറയുന്നത് അവൻ്റെ മുമ്പിൽ അതിനേക്കാൾ നന്നായി കാണിക്കണം, മനസ്സിലായോ? അപ്പോൾ അത് ആർക്കാണെന്ന് മനസ്സിലായി കാണും. നമ്മളടുത്ത് ആരെങ്കിലും ചൊറിയാവുന്ന കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചൊറിയാൻ പോകാൻ പാടില്ല. നമ്മൾ അവൻ്റെ മുമ്പിൽ തിരിച്ച് കാണിക്കുക, നല്ല വളർന്ന് വലുതായി കാണിക്കുക. അതാണ് ഏറ്റവും വലിയ റിവഞ്ച്. അപ്പൊ അവന് ചോറി കൂടിക്കോളും. ഓക്കെ, ഇനി എനിക്ക് ചൊറിയാൻ വയ്യ, ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലണ്ടോ ഇപ്പം. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ബാ 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 ബാ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. പറ. പോന്നാ അപ്പോൾ ഓക്കെ പോന്നാ ബാ കമോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ അടിച്ച സ്ഥലം എന്ന് പറയുന്നത് ടച്ചിങ് ആൻഡ് സ്നാക്സ് ആണ്. മുടവൻമുകളാണ്. ഇവിടുന്ന് 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:45 ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ കട്ടയ്ക്ക് മുന്നോട്ട് പോകാം. ബാ കമോൺ ഗൈസ്. ഇവിടെ റോഡ് ശരിയാക്കി, സൂപ്പർ കേട്ടാ, വേറെ ലെവലായി. നേരം കുറച്ച് കിട്ടി, നേരത്തെ ഇറങ്ങണമായിരുന്നു. വേറെ ഒന്നുമില്ല, വൈഷൂട്ടിയെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ ചേർത്ത്. അപ്പോൾ അവൾക്ക് 5 to 6 ഡാൻസ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്നൊരു 6:15 മണിയായി. അവിടെ നിന്ന് വൈഷൂട്ടിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ സമയമായിപ്പോയി. അങ്ങനെയാണ് ലേറ്റായത്. ഞാൻ 6 മണിക്ക് ലോഗിൻ വെച്ചിട്ടുണ്ടായിരുന്നു. 6:45 ഓർഡർ ഇല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഓർഡർ അടിച്ച്, കുഴപ്പമില്ല, നല്ലത് തന്നെ. നമ്മളിങ്ങനെ മുടവൻമുകൾ ഡീസൻ ജംഗ്ഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്, ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. എന്ത് കോവിൽ ഇത്? ഉലക്കുടയ പെരുമാളാ. ആഹാ സൂപ്പർ, അടിപൊളി. ഇത് രസം കാണാൻ, മഞ്ഞളായിട്ടല്ലേ, അടിപൊളി അടിപൊളി. എല്ലാ കോവിലും ഉത്സവമായതുകൊണ്ട് ആ കോവിലുള്ള ഏരിയയൊക്കെ സൂപ്പർ അല്ലേ? നല്ല അലങ്കാരത്തോടെ ലൈറ്റൊക്കെ ഇട്ട് വേറെ ലുക്കായിരിക്കും. അടിപൊളി വൈബ് അല്ലേ? സൂപ്പർ വൈബ്. ആ സൂപ്പർ. വേറെ എന്ത് വേണം അല്ലേ? എന്തെങ്കിലും മനസ്സിൽ ഡിപ്രഷനോ സ്ട്രെസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഒന്ന് ഫ്രീ ആവും. ഈ പാട്ടും ഈ കോവിൽ വൈബൊക്കെ അടിക്കുമ്പോഴേ അല്ലേ? ഇവിടെ പൊങ്കാലയാ, ചുമ്മാ അല്ല, അടുപ്പൊക്കെ വെച്ചിരിക്കുന്നു. നാളെ പൊങ്കാലായിരിക്കും. ലൊക്കേഷൻ എത്തി, റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ. ഇവിടെ റോഡില്ല, പയ്യെ പോകേണ്ടത്. വണ്ടി ഇവിടെ വയ്ക്കാൻ, വണ്ടി ഈ സൈഡിൽ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഓക്കെ, റെഡിയായി ഓർഡർ. വാ അപ്പോൾ എടുക്കാം. 1035. അപ്പോൾ ഓക്കെ പോകാം. ഫസ്റ്റ് ഓർഡർ അയച്ചിരുമായിട്ട് കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കാട്ടുകട പോകണം. മങ്കാട്ടുകട പേടാണ്, മങ്കാട്ടുകട വഴി പേട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബ്രോസ്റ്റ് ചിക്കൻ വെജ് പിസയാണ്. വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, അത്ര തന്നെ, അത്രേ ഉള്ളൂ. സന്തോഷം മാത്രം മതി. ഈ ലോകത്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്തുമാത്രം കാര്യങ്ങളുണ്ടല്ലേ? നമ്മൾ അതുമായിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്, അതായിരിക്കണം നമ്മുടെ മെയിൻ ഗോള്. നമ്മളങ്ങനെ കുന്നപ്പുഴ ജംഗ്ഷൻ എത്തി. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. നേരെ പോയിട്ട് റൈറ്റ് അല്ലേ, MLA റോഡ് വഴി കയറി പോകണം. ഓക്കെ, റൂട്ട് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ വിഷയമൊന്നുമില്ല. റൂട്ട് കറക്റ്റ് തന്നെ. ഇവിടെ വഴിയില്ലേ? അയ്യോ, വഴി മാറിപ്പോയി. ഇതല്ല ഞാൻ വിചാരിച്ചു ഇവിടെ വഴി ഉണ്ടെന്ന്. പണ്ട് വഴി ഉള്ളതുപോലെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. റൂട്ട് മാറിപ്പോച്ച്, ജിങ്ക് ചക്ക് ചക്ക് ജിങ്ക്. ബോധയേറി പോച്ച്, ജിങ്ക് ചക്ക് ചക്ക് ചക്ക്. ബുദ്ധി മാറിപ്പോച്ച്, ജിങ്ക് ചക്ക് ചക്ക്. ചുറ്റും ഭൂമിയിருக்கு സ്വന്തമാക്കി പോച്ച്. ഇതൊരു തമിഴ് പാട്ടാണ്, പഴയ പാട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, ചുമ്മാ പാടുന്നേ ഉള്ളൂ. കിടക്കണ്ടല്ലേ, പാട്ട് പാടി റൈഡ് സൂപ്പറല്ലേ, ആ ഒരു ഫീലേ പറയണം. നമ്മൾ അപ്പടി മങ്കാട്ടോടെ വന്നാച്ച്. ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഈ റൂട്ട് എങ്ങനെയാണ് അറിഞ്ഞൂടാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരി, ഇപ്പോൾ കയറി നോക്കാം. തിരുമല പേട് റൂട്ടുണ്ട്, പക്ഷേ ഇത് മങ്കാട്ടോട് കയറി പോകണോണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതാണ് ഈ റൂട്ട് വഴി കയറിയത്. ഇവിടെ നിന്ന് കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ റോഡുകളും കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരുന്നു. വേറെ വാ. ചർച്ച ഉണ്ടോ അവിടെ? സൂപ്പറായിരുന്നല്ലോ, കൊള്ളാലോ. ചർച്ച് കാണിക്കണോ? യേശുവെ കാത്തോണേ, എല്ലാം നന്മയെ വരുത്തണേ. ഓക്കെ, ഓ ഈ റൂട്ടാണല്ലേ, ഇപ്പം മനസ്സിലായി. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഓക്കെ, അപ്പുറത്തല്ലേ? ഇവിടെ അല്ലേ?
ഓക്കെ ഓക്കെ താങ്ക് യു ശരിയെന്നാ ഓക്കെ ഓക്കെ പോകാം. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടിപ്പ് വന്ന് ക്യാഷ് ടിപ്പ് ഒരു 30 രൂപ കാണുമായിരിക്കും, എണ്ണി നോക്കില്ല. ഓക്കെ അപ്പോൾ ഇപ്പോൾ കേട്ട് ഓർഡർ പേയ്മെൻറ്റ് 42.70 പൈസയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാൻ വന്ന വഴി തിരിച്ച് പോകാം. തിരുമല ജംഗ്ഷനിൽ പോകാം. ഉല്ലാസ ഗായികേ നിന്നായകനാണ് ഞാൻ. നമ്മളങ്ങനെ തിരുമല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്യാം. ഓക്കെ രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. MRI റെസ്റ്റോറൻറ്റ്. ടിപ്പുണ്ട് 20 രൂപ. കൊള്ളാലോ സൂപ്പർ. ഓക്കെ MRI എത്തി. വിച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 7 മിനിറ്റ് ആവും, വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡി വന്ന് വാ. രാജാവിൻ പാർവൈ റാണിൻ പക്കം 5117. ഓക്കെ ഓക്കെ ഓർഡർ പിക്കഡ്. രണ്ടാമത്തെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ജഗതിയാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ബറോട്ട, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ഗ്രേവി, ബട്ടർ ചിക്കൻ, ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:45 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റിലാണ്, മികഞ്ഞ ഫ്ലാറ്റ്. ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഓടാണേ ബൈക്ക് എവിടെ കൊണ്ട് വയ്ക്കാൻ. ഓക്കെ ഓക്കെ ഇത് വന്നിട്ട് ഫ്ലാറ്റ് നമ്പർ 3N. വിളിച്ച് പറഞ്ഞേക്കാലോ. ഓക്കെ ശരി. ഹലോ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി. ഓക്കെ ഓക്കെ താങ്ക് യു. ശരി ഓക്കെ അതെ തന്നെ. ഓക്കെ ശരിയാണ്. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഓക്കെ പോകാം. വേറെ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 57.69 പൈസയാണ് ടിപ്പ് ഉൾപ്പെടെ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ സിജീസ് പിസ്സ സ്ട്രീറ്റ് തക്കിയാടല്ലേ. അടവോ മനസ്സില്ലതാ വിഴുന്നിട്ട് നാനും തങ്കിടവേ എന്നമേ ഒന്നാല ഉള്ള பூந்தது தன்னால கண்ணமே கண்ணால கண்ணு செவந்து புண்ணாக ஏதோ நானும் வளர கொஞ்சம் காதல் வளர ഉള്ള വെക്കം വളര തന്നാൽ വന്ന് സേരുതേ. ഇവിടെ ബ്ലോക്ക് ആണല്ലോ, വണ്ടി പോകില്ലല്ലോ. എങ്ങനെ പോവും? വണ്ടി വെച്ച് നടന്ന് പോകാനാ? വണ്ടി പോവില്ലേ അങ്ങോട്ട്? കയറിട്ടേക്കും വേണ്ട, നടന്നേ പോകല്ലേ. വണ്ടിയോട് വയ്ക്കാം, ഈ സൈഡിലോട്ട് വയ്ക്കാം. റെഡി വന്നു ബാ പോയി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നടക്കണമല്ലേ, ബോഡിക്ക് നല്ലതാണ്, നല്ലൊരു എക്സസൈസാണ്. ഓ ഇങ്ങനായാ. റോഡ് വലുതാക്കി കേട്ടാ. കണ്ടാ തക്കാട് റോഡ് കണ്ടാ, നല്ല വലിപ്പമാക്കിയിട്ടുണ്ട്. ഇത് റെഡി വന്നേ, ഇത് തന്നെ. ഓക്കെ ക്യാമറ യൂട്യൂബറാണ് കാലിറ്റി വ്ളോഗ്. അവർ ഇത് 35,000 അടുപ്പിച്ചു. ഇപ്പം വില കുറഞ്ഞാണ്, 30,000 ആയിക്കാണ്. ഞാൻ യൂട്യൂബർ ആവാൻ വേണ്ടി തന്നെ എൻ്റെ മെയിൻ ഫോക്കസ്. ഇത് ഇപ്പം ഞാൻ സൊമാറ്റോയുടെ വ്ളോഗാണ്. സൊമാറ്റോ എവിടെയൊക്കെ ഫുഡ് എടുക്കുന്നു, കൊടുക്കുന്നു, ആ റൈഡും കാര്യങ്ങളൊക്കെ. താങ്ക് യു. കണ്ടു നോക്കുക ചാനലൊന്ന്. ചാനലിൻ്റെ പേര് KLTN വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ KLTN ഇടയ്ക്ക് ഫാമിലി വ്ളോഗും ഉണ്ട്, ടൂറൊക്കെ ഉണ്ട്, പിന്നെ സൊമാറ്റോ ഉണ്ട്. റീച്ച് ഉണ്ട്. അതെ ഞാൻ തന്നെ കണ്ടുണ്ടാ. താങ്ക് യു. അപ്പോൾ നമ്മൾ ആൾക്കാർ ഞങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ പറ ലൈഫ് അടിച്ച് പൊളിക്കുന്ന കാഴ്ച പറ, നമ്മുടെ ഡയലോഗാണ്. ഇവിടുത്തെ ഷോപ്പ് വീഡിയോയിലാ വന്ന് കാണും, ഒരിക്കൽ വന്നിട്ടുണ്ട് ഇരുമ്പ്. ഇന്നത്തെ വീഡിയോ നാളെ മറ്റന്നാൾ വരും. പൂജപ്പുരയാണ്. ഇപ്പോൾ ഡയലോഗ് പറ, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് പറ. അടുത്ത പ്രാവശ്യം പറയാം അല്ലേ. ഇപ്രാവശ്യം പുള്ളിക്ക് നാണമാണ്, കുഴപ്പമില്ല, വിട്ടേക്കാം. അടുത്ത പ്രാവശ്യം പറഞ്ഞിരിക്കണം അല്ലേ. പോട്ടാ ശരി, ടാറ്റാ ബൈ. ഓക്കെ ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചങ്കാണ്, ഫെറോസാണ്. അപ്പോൾ ഒരു ഡയലോഗ് പറ, ലൈഫ് അടിച്ച് പൊളിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓട്ടം പോയല്ലേ ഗായ്സ്. അപ്പോൾ നല്ലപോലെ സൂക്ഷിച്ച വണ്ടി ഓടിക്കുക, നല്ല ഓർഡർ എടുക്കുക, സമ്പാദിക്കുക. ഇപ്പോൾ നോമ്പല്ലേ. ഓക്കെ അപ്പോൾ ശരി, ഓക്കെ നോക്കി പോണേ. ഓക്കെ അപ്പോൾ നമ്മൾ ഓർഡർ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ക്രീമി പാസ്ത, അങ്ങനത്തെ സംഭവമാണ്. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 8 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ പോകേണ്ട സ്ഥലം വഞ്ചിയൂരാണ്. ഇവിടെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഭയങ്കര റോഡ് ബ്ലോക്കൊന്നും ഇല്ല, 2 ലോറി നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 ലോറി ഇടയിൽ കൂടെ എങ്ങനെ കയറി പോകും നമ്മൾ? പൊക്കോട്ടാണ്, ഒരു മിനിറ്റ് ആണോ. താങ്ക് യു അണ്ണാ. ഓക്കെ ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ഇതൊക്കെ ഇനി എന്ന് ശരിയാകാൻ പോകണമെന്നോ, എന്തായാലും 1 വർഷമാകുമായിരിക്കും അല്ലേ. ഇതാണ് ഹയാത്ത് ഹോട്ടൽ. ഇവിടെയാണ് തളപതി വിജയ് വന്നത്. ഇവിടെ വെച്ച് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, അവിടെ വെച്ച് കണ്ടല്ലോ സ്റ്റേഡിയത്തിൽ വെച്ച്, അത് വലിയ കാര്യമല്ലേ. നമ്മളങ്ങനെ പനവള ജംഗ്ഷൻ എത്തി. ഇവിടെ പുതിയ ഷോറൂം വന്നു മൈജിയുടെ, സൂപ്പർ അല്ലേ, അടിപൊളി തന്നെ. ഡിസ്പ്ലേ ഉണ്ടോ, ഇത് ക്ലാരിറ്റി ആണ്, HD. വേറെ ലെവൽ കേട്ടോ.
നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പനവളയിൽ നേരെ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ. അവിടെ നിന്ന് നമ്മൾ ഊറ്റുവഴി റോഡ് വഴി മാളി കയറി അതുവഴി മഞ്ചൂര് പോകണം. അപ്പോൾ ഇതാണ് ചെങ്കച്ചുള്ള ലൈൻ. ഉണ്ടാ സൂപ്പറല്ലേ, ഇത് കാണിച്ചേക്കാം പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസാണ്. എന്താ കണ്ട, ഇവിടെയാണ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ റൈറ്റ് എടുക്കണം. ഈ റൈറ്റ് കയറി വന്നുള്ളതിൽ ഓക്കെ. ഞാൻ ലൊക്കേഷൻ എത്താറേ മഞ്ചൂര് വർക്കിംഗ് വുമൺ ഹോസ്റ്റലാണ് കൊടുക്കേണ്ടത്. ഓക്കെ എവിടെയാണ്? ഓക്കെ കളഞ്ഞാ അത് ചൂടാ? ഓക്കെ ശരിയാണ്. ഓക്കെ റിസീവ്ഡ് പേയ്മെൻറ്റ്, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 35.81 പൈസയാണ്. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാലൻസ് കമലം റെസ്റ്റോറൻറ്റ് അക്സെപ്റ്റ്. ഇത്തിരി ചൂട് കേട്ടോ ചുമ്മാ നിൽക്കുമ്പോൾ. വണ്ടി ചേർത്ത് ചുമ്മാ നിൽക്കുമ്പോൾ ഭയങ്കര ചൂട്, ദേഹം മൊത്തം വേർക്കെയാണ്. വണ്ടിയിൽ പോകാൻ കുഴപ്പമില്ല, ഇത്തിരി കാറ്റടിക്കണോണ്ടേ. അങ്ങനെ ബാലൻസ് കമലം എത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് വെള്ളം കുടിക്കണം, ഭയങ്കര വെള്ളം താകും. ഒരു രക്ഷയില്ല. വെള്ളം മതി, ആഹാരം വേണ്ടല്ലേ, ആ രീതിയിലായി. നല്ല ശരി. അടുത്ത ഓർഡർ അടിച്ച് ഡബിൾ ഓർഡർ കേട്ടോ. ഓക്കെ അക്സെപ്റ്റ്. ഓക്കെ റെഡി വന്ന് 3678. ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞു. അടുത്ത പോകേണ്ടത് ഓപ്പൺ ഹൗസിലാണ്. ഇവിടെ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ ഓപ്പൺ ഹൗസ് എത്തി. ഇവിടെ കൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ റെഡി വന്നിട്ടുണ്ട്. വാ 4163. ഓക്കെ ഓർഡർ ടിക്കറ്റ്. അപ്പോൾ ഓക്കെ പോവാന്നാ. 2 ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ അപ്പോൾ പോകാം, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട സ്ഥലം ഇടപ്പഴി. ഞാൻ ഇവിടെ നിന്ന് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 ചിക്കൻ ഫ്രൈ ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:35 ആയിട്ടുണ്ട്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ. 2 ഓർഡറാണ്. എങ്ങനെ പോയാലും 100 രൂപ മോള് കിട്ടും. സൂപ്പർ. കുറച്ച് ലോങ് പോകുമ്പോഴേ 2 ഓർഡർ അടിച്ചേക്കണം. ഓക്കെ നമ്മളങ്ങനെ വഴുതക്കാട് ജംഗ്ഷൻ എത്തി. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. എവിടെ റോഡ് പണി തന്നെ, എല്ലായിടത്തും റോഡ് പണികളാണ് നടക്കുന്നത്. റോഡ് പണിയില്ല, എന്ത് പണിയെന്ന് ഇപ്പോൾ ഡ്രെയിനേജ് വർക്കാണ്. ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് വഴി ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സംഭവം നടക്കുക? മിക്ക ഇലക്ട്രിസിറ്റി കേബിളൊക്കെ അണ്ടർഗ്രൗണ്ട് ആക്കും. പിന്നെ ഡ്രെയിനേജ് നല്ലപോലെ സ്പേഷ്യസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം. മഴ സമയത്തൊക്കെ ഡ്രെയിനേജ് കയറി വെള്ളം നിറയില്ലേ, അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ആയിരിക്കും അല്ലേ? ശരി, എന്തെങ്കിലും അവിടെ ഒരു നല്ലത് നടന്നാൽ മതി. അതേ സമയത്ത് ഒന്ന് പെട്ടെന്ന് നടന്നാൽ കൊള്ളായിരുന്നു അല്ലേ? ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ലൊക്കേഷൻ എത്താറ് ഇവിടെ 150 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ വീട് തന്നെ SRA1 ഇവിടെ അല്ലേ? 3678 ഇത് തന്നെ. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ പോവാന്നാ. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊടുക്കേണ്ട സ്ഥലം അടുത്തിന്. ഇവിടെ നിന്ന് മാപ്പ് നോട്ടെ ഒരു മിനിറ്റേ. ഓക്കെ ഇവിടുന്ന് 1.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇടപ്പഴി ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നേരെ പോയിട്ട് അവിടെ നിന്ന് മറ്റേ ആ റോഡ് കയറി അവിടെ നിന്ന് നേരെ പോയി വളഞ്ഞ് തിരിഞ്ഞ്. ഓക്കെ മനസ്സിലായി. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഓക്കെ മാപ്പ് നോക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് 1.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇടപ്പഴി തന്നെ കൊണ്ടുപോകുന്ന ഐറ്റം ഗോബി മഞ്ചൂരി ചപ്പാത്തിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ആയിട്ടുണ്ട്. 8:45. 1.25 മണിക്കൂർ സമയമുണ്ട്. 1.25 മണിക്കൂറിലൊരു 2-3 ഓർഡർ അടിക്കും. ഇത്ര തന്നെ 10 മണി വരെ. ഓക്കെ കമോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. വാ വളബീമ ചമ്മച്ചാലോ വളബീമ ചമ്മച്ചാലോ. ചുമ്മാ വായി വന്ന പോലെ പാടയാണ്, കറക്റ്റ് പാടൊന്നുമില്ല. ഓക്കെ ലൊക്കേഷൻ എത്താറേ ഇവിടെ വരുന്നത് നാരായണ ലൈനല്ലേ? കറക്റ്റ് മാപ്പ് ചില സമയത്ത് കറക്റ്റ് കാണിക്കും കേട്ടോ, കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ട്. ചിലപ്പോഴാണ് എവിടെയെങ്കിലും ഉണ്ട്. ഇവിടെ തന്നെ ക്യാഷ്, ഗൂഗിൾ പേ, ക്യാഷ് തന്നെ. ഓക്കെ ചിലരുണ്ടല്ലോ. ഓക്കെ ഐശ്വര്യമായിട്ട് 2 ഓർഡറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഓർഡറാണ്. അപ്പോൾ 2 ഓർഡറും കൂടെ ചേർത്ത് കെട്ടിയ പേയ്മെൻറ്റ് 99 രൂപയാണ്. കൊള്ളാം കേട്ടോ, സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ഓർഡർ ആകുമ്പോൾ പേയ്മെൻറ്റ് ഒന്നിച്ച് കിട്ടും, അത് ലാഭമാണ്. ഒരേ വഴിക്ക് 2 ഓർഡർ ആകുമ്പോൾ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മ്യൂസിക് മാത്രമേ ഉള്ളൂ, ഓർഡർ കാണാനില്ല. ഇവിടെ എന്നാ ഓർഡർ? മ്യൂസിക്കുള്ള ഓർഡർ ഇല്ല. ഇതെന്തോന്ന് പുതിയ കളിയായിരിക്കണം. എവിടെ? വാ അങ്ങനെ വന്ന് കാണീര്. റോയൽ ട്രാവൻകൂർ കിച്ചൺ, ശാസ്തമംഗലത്ത്. വളബീമ ചമ്മച്ചാലോ വളബീമ ചമ്മച്ച. എന്തൊക്കെ വായി വന്ന പാട്ടുകൾ അടിച്ചു വിടണം, എന്ത് ചെയ്യാൻ. ഓക്കെ നമ്മളങ്ങനെ റോയൽ ട്രാവൻകൂർ കിച്ചൺ എത്തി, ശാസ്തമംഗലം. ഇതാണ് പിടിക്കാതെ. റീച്ച് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ റീച്ച് ആവണ്ടേ? ആയി കുഴപ്പമില്ല. 3 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. വെയിറ്റ് ചെയ്യാം. സംഭവം ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഓർഡർ റെഡി ആകൂലെന്നാണ് പറഞ്ഞത്. ഓർഡർ റെഡി വരില്ലെന്ന് നമ്മളിപ്പോൾ ചോദിക്കണം, ഇപ്പോഴേ റെഡി ആവുള്ളൂ. ഈ ഓർഡർ റെഡി ആയിക്കാണോ? 4980 ഇതല്ലോ. ലൈമുണ്ടോ?
ലൈം ജ്യൂസ് ആ ഓക്കെ. ഒരു പയ്യൻ പറഞ്ഞാൽ റെഡി കൊടുക്കൂല, നിങ്ങൾ ചോദിക്കണം. ഒരാൾ പറഞ്ഞ് റെഡി വെച്ചോ, ഇവിടെ റെഡി വരൂല, നിങ്ങൾ പോയി ചോദിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നില്ല, ഞാൻ വരൂലായിരുന്നു തന്നെ. എടുക്കട്ടാ, റെഡി വന്നില്ല. 4980 ഓക്കെ ശരി പാപ്പോ. അപ്പോൾ നമ്മൾ പോയി എടുത്ത് അവർക്ക് പിടിക്കില്ല, അവർ റെഡി കൊടുക്കുകയില്ല, നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ശരി പാപ്പോ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേടാണ്. ഇവിടുന്ന് ഒരു 6.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് ബിരിയാണി, ലൈം ജ്യൂസാണ്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, കട്ടയ്ക്ക് മുന്നോട്ട് പോകുക. നമ്മളൊന്ന് അറിഞ്ഞ് കഷ്ടപ്പെട്ടാലേ നമ്മളെ സഹായിക്കാൻ കൂടെ ദൈവം വരും. ആ ദൈവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കും. അങ്ങനെ കുറേ മനുഷ്യർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ ദൈവമാണ്. അപ്പോൾ ആ സഹായം കിട്ടുമ്പോൾ അത് കുറ്റം പറയാൻ കുറച്ച് ചാത്താന്മാരുണ്ട് നമ്മുടെ ലോകത്തിൽ. ദൈവം ഉണ്ടെങ്കിൽ ചാത്താനുണ്ടല്ലോ അല്ലേ? പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടല്ലോ, അതുപോലെ ചാത്താന്മാരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചാത്താന്മാർക്ക് അവന്മാരെ നന്നാവില്ല, അടുത്തവൻ നന്നായി വരുമ്പോൾ അത് ഇഷ്ടപ്പെടുകയില്ല. ഒരാൾ കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സഹായിക്കാൻ 100 പേര് വരും. അത് അവർക്ക് കിട്ടിയ ദൈവഭാഗ്യമാണ്, മനസ്സിലായ? അതിന് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, അല്ലാതെ കുറ്റപ്പെടുത്തായിരുന്നാലും മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ജോലി കറക്റ്റായിട്ട് ചെയ്യുക, ഉറപ്പായിട്ട് വിജയിക്കും. അത് വിജയിപ്പിക്കാൻ ദൈവങ്ങൾ കൂടെ വരും. ഓക്കെ, അതാണ് ഇന്നത്തെ മെസ്സേജ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ഞാൻ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് കുറേ സഹായം കിട്ടുന്നുണ്ട്. നാളെ ഒരു സമയത്ത് എനിക്ക് നല്ല പൈസ വരുന്ന സമയത്ത് നാളെ എൻ്റെ മുമ്പിൽ ആരും കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇതേ സഹായം തിരിച്ച് ചെയ്യും. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നല്ലപോലെ വരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഉറപ്പായിട്ട് കുറച്ച് പേർക്ക് സഹായിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആരെയും ഇൻസൾട്ടായിട്ട് കാണല്. ഞാൻ എൻ്റെ ബ്ലോഗിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പതി പിടിക്കാൻ വേണ്ടിയിട്ടോ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഉള്ളതുപോലെ കാണിക്കുകയാണ്, മനസ്സിലായോ? അത് കണ്ട് ചില ആൾക്കാരെ സഹായിക്കാൻ വരെയാണ്. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോവുകയാണ്, വേണ്ടെന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർ നിർബന്ധിച്ച് ഒരു ഗിഫ്റ്റായിട്ട് തരികയാണ് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ചില സമയത്ത് വാങ്ങിച്ചു പോകും. കാരണം എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ദയവായിട്ട് അത് തരുമ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് പറയാൻ പാടില്ല. നാളെ നമ്മൾ ഇതേപോലെ തിരിച്ച് ചെയ്യണം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കടമ. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം വന്ന വഴി തിരിച്ചു പോകും, മനസ്സിലായ? അതിവിടെ കുറേ പേർക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ അറിയാതെയാണ് ഡയലോഗ് അടിക്കണം പറയണന്മാർ. ഓക്കെ, നമ്മളെങ്ങോട്ടാണ് പോണത്? ലൊക്കേഷൻ മാറിപ്പോയാ? ഇതാണ്, എന്തെങ്കിലും കാര്യം സംസാരിച്ചാൽ റൂട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഒരാളെ സഹായം വാങ്ങുന്നത് അത്ര ചീപ്പായ കാര്യമൊന്നുമില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നാളെ നല്ലൊരു നില എത്തുമ്പോൾ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പർപ്പസ് അതിൻ്റെ, മനസ്സിലായല്ലോ? ഇത് അറിഞ്ഞാൽ കുറേ എണ്ണന്മാർ നിങ്ങൾ എന്ത് ബ്രോ ചീപ്പായി കാണിക്കുന്നു, നിങ്ങളൊന്ന് സിമ്പതി പിടിക്കുന്നു ബ്രോ, മണ്ണാൻ കട്ടിയാണ് ബ്രോ. എൻ്റെ അമ്മ, കഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? വിവരമില്ലായ്മ, ഇമ്മെച്യൂരിറ്റി എല്ലാം ചേർന്ന് കിടക്കുകയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറേ പറഞ്ഞു നോക്കി, അവർക്ക് മനസ്സിലാവുള്ള എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ലിമിറ്റിലേ പറയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ വഴക്കുകളാവും. അതുപോലെ സമയമില്ല എനിക്ക് അതിൻ്റെ ബാക്കി നടക്കുക. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. ഞാൻ മാക്സിമം യൂട്യൂബിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാണ്. യൂട്യൂബിൽ വരുന്ന കമൻസും അതിലെ കാര്യങ്ങളൊക്കെ തിരിച്ച് റിപ്ലൈ ചെയ്യണം കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലത്തെ കമൻസ് വരുമ്പോൾ റിപ്ലൈ കൊടുക്കും. തീരെ മനസ്സിലാകാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അത് വീഡിയോ വഴി പറഞ്ഞേക്കാം, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ ലൊക്കേഷൻ എത്താറായി. എവിടെയാണ് വരുന്നത്? ഒരു മിനിറ്റ്, ഇവിടെ തന്നെ കറക്റ്റ് എത്തിയല്ലോ. 250. ഒരു മിനിറ്റ്, അയ്യോ കളയാണ്. ഒരു മിനിറ്റ്, ഇത്തിരി ലീക്കാവണം, ഒന്ന് പിടിക്കാമത്. അവരെ പാക്കിങ് ശരിയില്ല, ലീക്കാവണം. പിടിച്ച് അടി പിടിച്ചേ. 250 ബാക്കി തരാം, ഒരു മിനിറ്റ്. ശരി, ഓക്കെ അതായല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 65 രൂപ 48 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ട് ബ്രേക്ക് ടൈം കഫേ. അയ്യോ, ബ്രേക്ക് ടൈം കഫേ ഡിലേ എടുക്കുമോ? ശരി, നോക്കാം. 7 മിനിറ്റ് കാണിക്കുകയാണ്. ടിപ്പുണ്ട് 20 രൂപ, കൊള്ളാം. ടിപ്പ് വാങ്ങിച്ച പ്രശ്നമുണ്ടോ? ടിപ്പ് വാങ്ങിച്ചതിൻ്റെ പേര് സിമ്പതിയാണെന്നൊക്കെ പറഞ്ഞ് ബ്രോ എന്തിനു പോ ടിപ്പൊക്കെ വാങ്ങുന്നത്? അതൊക്കെ ചീപ്പായ കാര്യമല്ലേ? അങ്ങനെ എന്തെങ്കിലും പറയോ? இந்த 4 பேரு 4 விதமா பேசுவாங்கன்னு சொல்லுவாங்களே, அந்த 4 பேர் நீங்க தானே? நீங்கெல்லாம் இன்னும் சாவலையாடா. உங்க ഇപ്പൊ തന്നെ ഉള്ളു. റെഡിയായി നേരത്തെ? അപ്പം അത് റെഡിയായി സംഭവം റെഡിയായി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ ചോദിച്ചപ്പോൾ സംഭവം നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു, റെഡി കൊടുത്തില്ല. അതാണ് ഞാൻ ചോദിക്കും ഇപ്പോൾ റെഡിയായെന്ന് പറയുന്നത്. ശരി പോട്ടാ. അപ്പം ക്യാമറ വേണം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാണിക്കേണ്ടത് കേട്ടില്ലേ? ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബറാണ്. പുള്ളിയുടെ പേരെന്ന് പറഞ്ഞ് മറന്നുപോയല്ലോ. സഫ്ഖാൻ അല്ലേ? SUFKHAF സഫ്നാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു പോട്ടാ. ശരി എന്നാൽ ഓക്കെ. ഓക്കെ, അപ്പോൾ പുള്ളി ഭയങ്കര സ്നേഹം നമ്മുടെ അടുത്ത്. പുള്ളിയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മ പോട്ടാമ്മ പോയിട്ടാ. ശരി എന്നാൽ ഓക്കെ. കൊണ്ടുപോകുന്ന ഐറ്റം അറേബ്യൻ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, മാംഗോ ജ്യൂസ്, പിക്ക്ഡ് ഓർഡർ. പോന്നാ, അപ്പോൾ ഒരുപാട് ലേറ്റായി പോട്ടാ. ഓക്കെ, ശരി എന്നാൽ ഓക്കെ. അങ്ങനെ ലാസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോകുന്നത് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തമിഴാണ്. ഇവിടുന്ന് ഒരു 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അറേബ്യൻ സലാഡ് വിത്ത് ഐസ്ക്രീം, പിന്നെ അതെന്തോ സാധനം മാംഗോ ജ്യൂസ്. ഓക്കെ, അപ്പോൾ നല്ല ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. വേറൊന്നുമില്ല, ഇന്ന് കുറേ പേര് പരിചയപ്പെട്ട്. അപ്പോൾ ഇതുപോലത്തെ ഓരോ ആൾക്കാർ കാണുമ്പോൾ ഇതിനപ്പുറം എന്ത് വേണം തോന്നിപ്പോവും അല്ലേ? ഇതൊക്കെ ഒരു അൺകണ്ടീഷണൽ ലവാണ്. നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോഴേ അതെന്ത് പറയാം, അതിനൊരു വാല്യൂ ചെയ്യാൻ പറ്റില്ല. ആ ലെവലുള്ള ഒരു സ്നേഹമാണ്.
അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ റീച്ച് ആയത്, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നല്ലേ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കാമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം. പാ വീട്ടിൽ നിന്ന് വൈഫ് മെസ്സേജ് അയച്ചു വാട്സാപ്പിലോട്ട് പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് 5 പൊറോട്ട വേണമെന്ന്, കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പൊറോട്ട മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന്. വീട്ടിൽ മുട്ടയുണ്ട്, അപ്പോൾ മുട്ടക്കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ ഐഡിയ. 5 പൊറോട്ട മാത്രം മതി, അങ്ങനെ 50 രൂപ അത്ര തന്നെ, വലിയ ചിലവില്ല. 5 പൊറോട്ട ഗ്രാവി. ഓക്കെ, പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് 50 രൂപ ആയിട്ടുണ്ട്. ഒരു പൊറോട്ട 10 രൂപ വെച്ച്. അങ്ങനത്തെ കാപ്പി പൊറോട്ട, കൊത്തു പൊറോട്ട, മുട്ടക്കൊത്തു പൊറോട്ട വീഡിയോയിൽ കാണിക്കാമേ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, കമോൺ ഗൈസ്, കട്ടയ്ക്ക് നിൽക്കണം. പെട്രോൾ അടിക്കണം, പെട്രോൾ ഇല്ല കേട്ടാ. നമ്മളങ്ങനെ കൈമനെത്തി പെട്രോൾ അടിച്ചിട്ട് പോകുന്ന തിരക്കുണ്ടല്ലോ, എന്ത് ചെയ്യാൻ. തിരക്ക് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പെട്രോൾ അടിച്ച് 110 രൂപയ്ക്ക്. 1 ലിറ്റർ പെട്രോൾ ഇപ്പോൾ 107 രൂപയാണ്. 2 രൂപ കുറഞ്ഞിട്ടുണ്ട്, 109 ആയിരുന്നു. കുഴപ്പമില്ല, സൂപ്പർ. ഇങ്ങനെ പയ്യെ പടിപ്പടിയായിട്ട് കുറഞ്ഞൊരു 80 രൂപയും കൊള്ളായിരുന്നല്ലേ പെട്രോളിന്. ആയെങ്കിൽ ആ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതൊന്നും ആവുമല്ലേ. നമ്മളങ്ങനെ പാപ്പനംകോട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്, തമ്മലം. ഇതുവഴിയും പോകാം, വേറൊരു വഴിയുണ്ട്, കുഞ്ചാലമുട് വഴിയും പോകാം. ഇതാണ് എളുപ്പം. ഇവിടെ പണ്ട് റോഡ് ഭയങ്കര മോശമായിരുന്നു, ഇപ്പം കൊള്ളാം, സൂപ്പറായി. കണ്ടാ, അടിപൊളി, സ്മൂത്തല്ലേ. ഇതിങ്ങനെ കിടന്ന കൊള്ളായിരുന്നു ഒരു 5 വർഷം അല്ലേ. 5 വർഷം പോകുമായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഇരുട്ട് കണ്ടാ, ഇവിടെ നിന്ന് ആളധികം ഇല്ല, പ്രേതം കാണും. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. പ്രേതകഥ പറഞ്ഞ് കുറേ ദിവസം അല്ലേ, പറയണ്ടേ. ഒരു കഥ ഇപ്പോൾ ഇല്ല സ്റ്റോക്കിൽ, നോക്കട്ടെ ഏതെങ്കിലും കഥ കിട്ടും ഇപ്പം പറയാം. ചിലവർക്ക് പിടിക്കില്ല പ്രേതകഥ, പേടിക്കണം. സൗണ്ട് എഫക്റ്റ് വേണ്ട, വിഷ്വൽ എഫക്ട്സ് വേണ്ടെന്നൊക്കെ പറയണം, എന്ത് ചെയ്യാൻ പറ്റും. ചുമ്മാ പറഞ്ഞ രസം കാണൂല അല്ലേ. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഇതിലേതോ വീടാണ്, ഇത് അവിടെ തന്നെ തോന്നും. ഇവിടെ അല്ലേ, ജ്യൂസാണല്ലേ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് സൊമാറ്റോ ആപ്പ് ഓഫ്ലൈനിലായി. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 68 രൂപ 34 പൈസയാണ്. ഇനി അവരുടെ വിഷയമൊന്നുമില്ല, നേരെ വീട്ടിൽ പോകേണ്ടത്. കമോൺ ഗൈസ്, കട്ടയ്ക്ക് നിൽക്കണം. അപ്പോൾ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. കൊത്തു പൊറോട്ട, മുട്ടക്കൊത്തു പൊറോട്ട എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കഴിച്ചു നോക്കാം, കഴിക്കും പറയാം എങ്ങനെയാണെന്നുള്ളത്. അതിനുമ്പ് കണക്കും കാര്യങ്ങളൊക്കെ പറയാം. ഇന്ന് മൊത്തം 7 ഓർഡർ, മൊത്തം കിട്ടിയ പേയ്മെന്റ് 418 രൂപ 65 പൈസയാണ്. മൊത്തം ഓടിയ കിലോമീറ്റർ ഒരു 50 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ, ഇതാണ് കണക്ക്. ഇന്നത്തെ ഓട്ടം ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല. 100 രൂപ പെട്രോളിന് പോയാൽ 318 രൂപ കൈ വരും. പിന്നെ എക്സ്ട്രാ 30 രൂപ ടിപ്പ് കിട്ടി, ക്യാഷ് ടിപ്പ്. എല്ലാം കൂടെ 350 രൂപ കൈ വരും. അപ്പോൾ ചോറ് കഴിക്കാം. അപ്പം ചോറല്ല പൊറോട്ട. അപ്പോൾ ഇത് വന്നിട്ട് ഹോംലി മുട്ടക്കൊത്ത് പൊറോട്ടയാണ്. പൊറോട്ട മാത്രം വെളിയിൽ നിന്ന് വാങ്ങിച്ചോളൂ, ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ലാഭമാണ് അല്ലേ? ഇല്ലാണ്. അതായത് നമ്മൾ കൊത്തു പൊറോട്ട വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 150 രൂപ അടുപ്പിച്ചാവും അല്ലേ. ഇത് നമ്മൾ 5 പൊറോട്ട വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ട് വച്ചു, മുട്ടയൊക്കെ ഇട്ട് ആഡ് ചെയ്ത് കൊത്തു പൊറോട്ട ആക്കിയപ്പോൾ മൊത്തത്തിൽ എത്ര? 5 പൊറോട്ടയ്ക്ക് 50 രൂപ, 2 മുട്ടയ്ക്ക് ഒരു 12 രൂപ ആവും. അത്ര തന്നെ, മൊത്തം 62 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആകുമ്പോഴേക്ക് ഒന്ന് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് വലിയ ചിലവില്ലാതെ കൊത്തു പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. കമോൺ. സംഭവം സൂപ്പറാ. സോസ് ഇല്ല, സോസിനെ സൂപ്പറാണ്. പിന്നെന്താ സലാഡില്ലേ, സവാള ഓക്കെ ഓക്കെ, സംഭവം സൂപ്പറാണ്. സൂപ്പറായി, നല്ല കടയിൽ വെച്ചോളേ സത്യമായിട്ട്. അപ്പോൾ ഇന്നത്തെ ആഹാരം അടിപൊളി. ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ജോലിക്ക് പോകണം പഴയ പോലെ. ഓക്കെ, എന്ത് ചെയ്യാം? സോസ് കഴിക്കൊള്ളു, സംസാരിച്ച് മണ്ടേ കയറും.
ഓക്കെ, പൊളി, സൂപ്പർ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ 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 ബാ.